ശ്രീ പി എം നിയാസ് കോൺഗ്രസ് പ്രതിനിധിയിലേക്കാണ്. ശ്രീ നിയാസ്, കേൾക്കാമോ അങ്ങേക്ക്? യെസ്. അതായത് കേന്ദ്രത്തിൽ മറ്റൊരു സർക്കാരായിരുന്നു അധികാരത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും കുടുംബങ്ങൾക്ക് നീതി ലഭിക്കുമായിരുന്നില്ല എന്നൊരു നിരീക്ഷണമാണ് JR പത്മകുമാർ ഏറ്റവും ഒടുവിൽ നടത്തിയത്. CBI എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത്? ക്രൈംബ്രാഞ്ച് എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത്? എന്തുകൊണ്ടാണ് CBIയെ ഇവിടേക്ക് വരാതിരിക്കാൻ സർക്കാർ വ്യഗ്രത കാട്ടിയത് എന്നതിനുള്ള വളരെ കൃത്യമായ ഉത്തരമല്ലേ ഇന്ന് കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായും പത്മകുമാർ പറഞ്ഞ ചില കാര്യങ്ങളിലൂടെ ഞാൻ യോജിക്കുകയാണ്. ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം, രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് നേരിട്ട് നേതൃത്വം കൊടുത്തുകൊണ്ട് CPM-ഉം അതിന് നേതൃത്വം കൊടുക്കുന്ന CPM നേതാക്കളും അവർക്ക് ഒത്താശ ചെയ്ത് കൊടുത്തുകൊണ്ട് ഗവൺമെൻറ് CPM നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റും പോലീസും മുന്നോട്ട് പോകുന്ന ഒരു ദുഃഖകരമായ കാഴ്ചയാണ് കഴിഞ്ഞ 8 വർഷത്തിലേറെയായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന കൃപേഷ് ശരത് ലാൽ വധം. 2019 ഫെബ്രുവരി 17-നാണ് ആ സംഭവം ഉണ്ടായിട്ടുള്ളത്. അതിനു മുമ്പ് മുന്നാട് പീപ്പിൾസ് കോളേജിൽ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു സംഘടനം, ചെറിയ രീതിയിലുള്ള പാർട്ടി സംഘടനം ഉണ്ടായിരുന്നു. അതിൽ ഉൾപ്പെട്ടിട്ടുള്ള പീതാംബരൻ, ആ പീതാംബരൻ അതിൽ ആക്രമണം നടത്താൻ നേതൃത്വം നിൽക്കുന്ന പീതാംബരന് പരിക്ക് പറ്റുന്ന ഒരു ചെറിയ രീതിയിലുള്ള പരിക്ക് പറ്റുന്ന സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തെ തുടർന്നാണ് CPM അറും കൊല നടത്തുവാനുള്ള തീരുമാനം ഈ പീതാംബരനിലൂടെ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ തീരുമാനിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മുൻ MLA, CPM-ൻ്റെ മുൻ MLA എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട CPM-ൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. സെക്രട്ടറി മെമ്പർ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മെമ്പർമാർ മാത്രമുള്ള സെക്രട്ടേറിയറ്റിലെ അംഗമാണ്. ആ MLA ആയ KV കുഞ്ഞിരാമനും അതുപോലെ തന്നെ ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായി CPM-ൻ്റെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചിട്ടുള്ള മണികണ്ഠനും, അദ്ദേഹം DYF-യുടെ മുൻ ജില്ലാ പ്രസിഡൻ്റാണ്. മണികണ്ഠൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, അവിടുത്തെ 2 ബ്ലോക്ക് എന്താ പറയുക ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും 2 മുൻ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള 14-ൽ 10 പേര്, ഇപ്പം ശിക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ള 14-ൽ 10 പേരും CPM-ൻ്റെ അറിയപ്പെടുന്ന നേതാക്കന്മാരും ബന്ധപ്പെട്ടവരുമാണ്. അവർ നേരിട്ട് ഇടപെട്ടിട്ടുള്ള ഒരു കൊലപാതകമാണ്. ഈ കൊലപാതകത്തെ തുടക്കം മുതൽ, കൊലപാതകത്തിൻ്റെ രസം എന്താ വെച്ചാൽ കൊലപാതകത്തെ പ്രതികളെ കൈയോടുകൂടി ലോക്കൽ പോലീസ് പിടിക്കുകയാണ്. ആ പിടിച്ച പ്രതികളെ നമ്മുടെ ഈ KV കുഞ്ഞിരാമനും രാഘവൻ വെളുത്തുള്ളിയും CPM-ൻ്റെ നേതാവായ KV ഭാസ്കരനും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, ഈ മണികണ്ഠൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, അവരെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും പോലീസിലെ ബലപ്രയോഗത്തിലൂടെ അവർ എടുത്തു കൊണ്ടുപോവുകയാണ്. പോലീസിൻ്റെ കൊലപാതക പ്രതിയെ അവർ സ്റ്റേഷനിൽ വന്ന് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് എടുത്തു കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതിന് നേതൃത്വം കൊടുക്കാൻ അവർക്ക് എങ്ങനെ ധൈര്യം വന്നു? ആ നേതൃത്വം കൊടുത്ത CPM-മാർ എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോയത്? അപ്പോൾ അതിന് പോലീസ് അന്വേഷണം, ഞാൻ ഇതിപ്പോൾ പെട്ടെന്ന് അവസാനിപ്പിക്കാം. പോലീസ് അന്വേഷണം പൂർണ്ണമായും അത് ഏകപക്ഷീയമായി ഈ കൊലയാളികൾക്ക് അനുകൂലമായി മുന്നോട്ട് പോയപ്പോഴാണ് അത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് കൊണ്ടുവന്ന് CBI അന്വേഷണം ഇല്ലാതാക്കുവാനുള്ള ശ്രമം നടത്തിയത്. ക്രൈംബ്രാഞ്ച് പാർട്ടി സെക്രട്ടറിമാർ നടത്തുന്ന അന്വേഷണത്തെക്കാൾ ദയനീയമായ അന്വേഷണമായിരുന്നു. ഇതിനെതിരായാണ് അവരുടെ കുടുംബം, കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും കുടുംബങ്ങൾ കേരള ഹൈക്കോടതിയിൽ പോയത്. സിംഗിൾ ബെഞ്ചിൽ പോയി, അവിടെ നിന്ന് അവർക്ക് അനുകൂലമായ വിധി കിട്ടി. ഡിവിഷൻ ബെഞ്ചിൽ പോയി, അവർക്ക് അനുകൂലമായ വിധി കിട്ടി. അതിനെതിരായി ഈ 2 സ്ഥലങ്ങളിലും വാദിച്ച CPM-ൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അത് സുപ്രീം കോടതിയിലും അപ്പീൽ കൊടുത്തു. ആ അപ്പീലിലും അനുകൂലമായ തീരുമാനമുണ്ടായി CBI. എന്തുകൊണ്ടാണ് CBI എന്ന് പറയുന്നത്? കേരളത്തിലെ പോലീസ് അന്വേഷിച്ചാൽ ഇതൊരിക്കലും തെളിയില്ലായിരുന്നു, ഇതൊരിക്കലും ശിക്ഷിക്കപ്പെടുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ അവരുടെ കുടുംബം ഉൾപ്പെടെ ഉള്ള ആളുകൾ ഇത് കൃത്യമായി പോലീസ് അന്വേഷണം പോരാ, CBI വേണമെന്ന് പറഞ്ഞു. ആ CBI-ൻ്റെ കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് CBI അന്വേഷണം വന്നത്. CBI-ൻ്റെ കുറ്റമറ്റ ടീമാണ് അന്വേഷണം നടത്തിയിരുന്നത്. അത് നമ്മുടെ പത്മകുമാർ പറഞ്ഞത് കറക്റ്റാണ്. CBI അത് നല്ല രീതിയിൽ അന്വേഷണം നടത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, CBI അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് 2 കൊലയാളികളെ, ഈ ചെറുപ്പക്കാരായ 2 പേരെ കൊന്ന കൊലയാളികളെ, ആ കൊലയാളികളെ CPM-ൻ്റെ പാർട്ടി ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകളെ രക്ഷിക്കാൻ വേണ്ടി ഏതാണ്ട് 1.5 കോടിയോളം രൂപ നമ്മുടെ ഖജനാവിൽ നിന്നും ഈ മരണപ്പെട്ടവരുടെ ഉൾപ്പെടെയുള്ള ആളുകൾ നൽകുന്ന നികുതി പണത്തിൽ നിന്നും എടുത്തുകൊണ്ടാണ് അവർ 2 വർഷത്തോളം ഈ കേസുമായി ഈ CBI-യെ തടയുവാനുള്ള ശ്രമവുമായി കൊണ്ട് മുന്നോട്ട് പോയത്. അത് വളരെ ഗൗരവതരമായ കാര്യമാണ്. CBI ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് കോടതി ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ അന്വേഷിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞതും വളരെ ശുഭോദർക്കമായ കാര്യമാണ്. അപ്പോൾ അക്കാര്യത്തിൽ
CBIക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളും CBI ഉദ്യോഗസ്ഥന്മാരും എടുത്ത നിലപാടും അന്വേഷണവും വളരെ നല്ലതാണ്. ജയ പത്മകുമാർ പറഞ്ഞത് CBIയുടെ അന്വേഷണം പാർട്ടി ലെവൽ അല്ലെങ്കിൽ ഗവൺമെൻറ് ലെവൽ എടുത്ത തീരുമാനമല്ല, അത് ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും തീരുമാനപ്രകാരം അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് പ്രകാരം ഉത്തരവ് പ്രകാരമാണ് പോലീസ് അന്വേഷണം നടത്തിയത്. ഏതായിരുന്നാലും CBI അന്വേഷണം ഇല്ലായിരുന്നുവെങ്കിൽ ഈ കേസ് ഒരിക്കലും തെളിയാനും പോകുന്നില്ല, ഈ കേസ് ഒരിക്കലും ശിക്ഷിക്കാനും പോകുന്നില്ല. ഇത് അക്രമം നടത്തുന്ന CPMനെതിരെയുള്ള അതിശക്തമായ ഒരു വിധിയെഴുത്താണ്. കേരളത്തിലെ ജനങ്ങൾ ഈ വിധിയെഴുത്തും CPMൻ്റെ ഈ കുറ്റവാളികളെ സംരക്ഷിക്കാനുള്ള, ഈ കൊലപാതകികളെ സംരക്ഷിക്കാനുള്ള CPMൻ്റെ ശ്രമങ്ങളും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ ഈ കൊലയാളികൾക്കൊപ്പം നിൽക്കുന്ന അവരുടെ നിലപാടുകളും കേരളത്തിലെ ജനങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുന്നു ഈ സംഭവത്തിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒപ്പം CBI ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളെ അങ്ങേയറ്റം വിമർശിക്കുന്ന കോൺഗ്രസിന് പെരിയ കേസിലെങ്കിലും CBI വലിയ ആശ്വാസം പകർന്നു നൽകി എന്ന അങ്ങയുടെ അഭിപ്രായം സ്വാഗതാർഹമാണ്. ഈ ഘട്ടത്തിൽ അല്ലാതെ CBI മാത്രമാണ് പെരിയ കേസിൽ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബങ്ങൾക്ക് നീതി ലഭ്യമാക്കി കൊടുത്തത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. രാഷ്ട്രീയ എതിരാളികൾ പോലും അത് അംഗീകരിക്കുകയാണ് ഈ ഘട്ടത്തിൽ.